വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ലിസ മോർസ്. എന്റെ ഇൻട്രോ ഒരാൾ സെറ്റ് ആക്കി തരുന്നു ഗൈസ്. അപ്പൊ എല്ലാരും സ്റ്റഡി വ്ളോഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വ്ളോഗ് ഒന്നും എടുക്കാൻ അറിയാല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. ഇതിപ്പോ നമ്മൾക്ക് എക്സാമിന് ഇനി ഏകദേശം 3 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ എല്ലാരും ചോദിച്ച പ്രകാരം 4 ദിവസം ഉണ്ടോ? അല്ല, ഇന്നിപ്പോ 12 ആകുമ്പോഴത്തേക്ക് 3 ദിവസം ആകും. ആക്ച്വലി നമ്മൾ തലേദിവസം കൂട്ടേണ്ട കാര്യമില്ല. നമുക്ക് 24-നാണ് എക്സാം. ഇന്നിപ്പം 12 കഴിയുമ്പോൾ 20 ആകും. അപ്പം ഒരു ദിവസം കാൽക്കുലേറ്റ് ആവശ്യമില്ല. രാവിലെയാണ് നമുക്ക് എക്സാം. അപ്പം 3 ദിവസം കൂടെ ഉള്ള എക്സാം. അപ്പോൾ സ്റ്റഡി വ്ളോഗൊക്കെ ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഇതിപ്പോൾ പാതിരാത്രിയാണ്, 19-ാം തീയതിയാണ്. എല്ലാവരും ഇവിടെ നിന്ന് പഠിക്കുകയാണ് ഗൈസ്. കാരണം ഞാൻ രാവിലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരും എണ്ണീറ്റിരിക്കുകയില്ല. ഞാൻ രാവിലെ എണ്ണിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെയില്ല, മടി പിടിച്ചിടുന്നാൽ കിടക്കും കേട്ടോ. ഞാൻ രാവിലെ എണ്ണിക്കാറുണ്ട്. അങ്ങനെയൊന്നും സമയമില്ല. ചിലപ്പോൾ 7:30 ആവും, ചിലപ്പോൾ 4 മണി. ഞാൻ നേരത്തെ കിടക്കും ഗൈസ്. ഇവരൊക്കെ 12 മണി 12:30 ആകുമ്പോഴായിരിക്കും കിടക്കുന്നത്. ഞാനിവിടെ 3-4 ഗൈസ് കിടക്കുന്നത്. സോറി, ആരോ കടവ് കൊട്ടുന്നു. തുറക്ക്. അപ്പം ഇവിടെ 3 മണിക്ക് കിടക്കുന്ന ടീംസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഞാൻ മാത്രമാണ് നേരത്തെ കിടക്കുന്നത്. സാധാരണ ഞാൻ റൂമിൽ അങ്ങനെ വ്ളോഗ് എടുക്കാറില്ല. ഞാൻ ഇതുവരെ അങ്ങനെ എടുക്കാറില്ല. അപ്പം അപ്പൊ ഇതൊക്കെയാണ് ഗൈസ്. ഇവിടെ രാവിലെ 3 മണിക്ക് എണീക്കുന്ന ടീംസ് ഉണ്ട്. വേണ്ട, അതിനകത്ത് ഒരുത്തേണ് തന്നെ പോകുന്നത്. അവര് സാധാരണ എല്ലാരും ഡേയിലായിരിക്കില്ലേ പഠിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച, രാത്രി പഠിച്ചിട്ട് പകൽ മൊത്തം കിടന്നുറങ്ങും. എല്ലാം ഒരുത്തി 12 മണിക്കൂർ ഉറക്കാണ് ഇവിടെ. അതിനകത്ത് ഇച്ചിരി സമയമായിരിക്കും പഠിക്കുന്നത്. ആക്ച്വലി എണ്ണീറ്റിരിക്കുന്ന സമയം ആകെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനും ഇല്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, എടുത്തത് അങ്ങനെ പല പരിപാടിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കേസ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഇതിപ്പോ ഞാനിപ്പോ ഉറങ്ങാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ എത്ര മണിയായി? ഇപ്പൊ ഇവിടെ 12 മണിയോ? 11 മണി. 10:57 ആയിട്ടുണ്ട്. ഞാനപ്പോ ഇപ്പൊ കിടന്നുറങ്ങിയിട്ട് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണ്ണീറ്റ് പഠിക്കാന്നുള്ളതാണ് പ്ലാന്. രാവിലെ എണ്ണീറ്റാൽ കാണാം. 4 മണിക്കാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. 4 മണിക്ക് എണ്ണീറ്റില്ലെങ്കിൽ രാവിലെ നമുക്ക് കുളിച്ചൊരുങ്ങിയിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതേ നടക്കത്തുള്ളൂ മിക്കവാറും. 4 മണി ഇപ്പൊ മൈൻഡ് വെച്ചാലും രാവിലെ കട്ടിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവിടെ കിടന്നുറങ്ങും സുഖത്തെ. ആരും ഒന്നും അറിയണ്ടല്ലോ, ആരും ഒന്നും വിളിക്കത്തില്ല. ഇവിടുമാരും ഉറക്കമായിരിക്കും. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനാണ് രാവിലെ എണ്ണിക്കാറുള്ളത്. സ്റ്റഡി വ്ളോഗ് പഠിക്കണം. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ക്ലാസ് എടുത്ത് തന്നായിരുന്നു. പിന്നെ വളരെ എനിക്ക് ക്ലാസ് എടുക്കാൻ ആൾക്കാരില്ലാത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു വീഡിയോ അങ്ങ് എടുത്തിടാന്ന് വെച്ചു. പക്ഷെ ക്ലാസ് എടുത്ത് അപ്പൊ ഇനിയിപ്പോ ഉറങ്ങാനാണ് ഗൈസ് പ്ലാന്. ഞാൻ വേണ്ട ഉറങ്ങി തൂങ്ങി വന്നതാണ്. ഇപ്പൊ വീഡിയോ കെട്ടപ്പോഴത്തേക്ക് കണ്ണൊക്കെ ഇങ്ങനെ മുഴപ്പിക്കുന്നത്. ആക്ച്വലി കണ്ണൊക്കെ കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടിന്റെ ആണ്. മമ്മി കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഇവിടെ ഒരാള് ചായ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചായ ഇടാനൊക്കെ വേണ്ടി വന്നതാണ്. സാധാരണ എല്ലാരും ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടാണ് കഫേൻ കുടിക്കുന്നത്. കഫേൻ കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല ഗൈസ്. അഡിക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ അഡിക്ഷൻ വന്നിട്ടില്ല, ദൈവം സഹായിച്ച്. ഞാൻ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഇച്ചിരിയെങ്കിലും കുടിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളവര് വീണ്ടും വന്നതിൽ അഡിക്റ്റഡ് ആയിപ്പോയി.
അവിടെ എവിടെ ഒരാളിരുന്ന് പഠിക്കുന്നൊക്കെ പഠിക്കാണോടാ? ഓക്കെ, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ ഒരാൾ ചായ ഇടുന്നു, ഒരാള് പഠിക്കുന്നു. അപ്പൊ ശരി ഗൈസ്, രാവിലെ 4 മണിക്ക് എണ്ണീക്കുകയാണെങ്കിൽ എന്തായാലും 4 മണിക്കുള്ള വീഡിയോസ് ഞാൻ എടുക്കുന്നതാണ്. വെട്ടം കാണുകയല്ല, അല്ല എന്നാലും വ്ലോഗ് കാണും കേട്ടോ. ഞാൻ പകൽ എന്തായാലും എടുക്കുന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എണ്ണീറ്റില്ലെങ്കിൽ ചിലപ്പോ ഞാൻ മറന്നു പോകും കേട്ടോ വീഡിയോ എടുക്കുന്നു. പക്ഷെ ഞാൻ ഇത് മറക്കത്തില്ല, സീരിയസ്ലി. ഇനി ഞാൻ ഡെയിലി വ്ലോഗ് ഇടാൻ പോവാം. അങ്ങനൊന്നും ഞാൻ പറയല്ല, എഡിറ്റ് ചെയ്യാൻ സമയമില്ല. ആണ് 2 എക്സാമേ ഉള്ളു. പറയുന്നത് ഈ കേൾക്കുന്നവര് വിചാരിക്കും 2 എക്സാം ഏതൊക്കെ എന്ത് എന്ന് വിചാരിക്കും. പക്ഷെ ഇത് കണ്ടോ, ടെക്സ്റ്റിന്റെ വലിപ്പം കണ്ടോ ഗൈസ്? ടെക്സ്റ്റ് ആരായിട്ട് യൂസ് ചെയ്യുന്നത്? ഓ തലവണ. ഓ ഓക്കെ, ഡിസ്ട്രിക്ട് തമ്മിൽ മാറ്റമുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ തലേണ എന്ന് പറയും, അവിടെ തലവണ്ണ എന്ന് പറയും. തലോണ. ഇവിടുന്ന് കോഴിക്കോട്ടുകാരുണ്ട്, കൊല്ലംകാരുണ്ട്, മാവേലിക്കര, ചെങ്ങന്നൂര്, ഇത്രയും പേരുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം സംക്രമണ കല വിഭാഗം പല പല സ്ഥലത്തു നിന്നുള്ളവരാണ്. എല്ലായിടത്തു നിന്നും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എല്ലാം പല പല വാക്കുകളായി പോയി. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഏറെ എന്നുള്ള വാക്ക്, മീൻസ് ഏറെ മീൻസ് കൂടുതൽ എന്നാണ് അർത്ഥം വരുന്നത്. ചിലവർ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലവർക്ക് ഇത് അറിയില്ല. ഞാൻ എപ്പോ മെസ്സേജ് തന്നാലും കറി ചേട്ടാ ഇച്ചിരി ഏറെ കറി, എല്ലാം ഏറെ ഏറെ ചേർത്ത് ഇവിടുമാർക്ക് ഇപ്പൊ കേൾക്കുന്നത് ദേഷ്യമാണ്. പല പല വാക്കുകളുണ്ട്. പക്ഷെ ഞാൻ അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, സമയം കിട്ടിയില്ല ഇതിനൊന്നും. പല പല വാക്കുകളാണ്. ഇപ്പൊ തലവണ ചിലവർക്ക്, ഞങ്ങൾക്ക് തലേണ, പിന്നെ എന്താടി, പിന്നെ വേറെ ഏത് വാക്ക് പറഞ്ഞു? കൈ കഴിക്കുന്ന പിടിച്ചിട്ട് ഇത് നീ എങ്ങാണ്ടല്ലേ ഇതേപോലെ ഐ എം എ പ്രഗ്നന്റ് ലേഡി, കൈ കഴിക്കുന്നു ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് എന്നെ തന്നെ ഉണ്ട്, നിനക്കാരുണ്ടടി? ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കഴിച്ചു, ഇനി ശരിയാത്തില്ല. മസിലൊക്കെ വേനിക്കുന്നുണ്ട്. അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. രാവിലെ നമുക്ക് എണീറ്റ് കാണാം. നിങ്ങൾ കാണിക്കണോ? അപ്പൊ ടാറ്റ പറയൂ, ടാറ്റ പറയൂ, ടാറ്റ. അവരെ ഇനി രാവിലെ കാണാൻ കിട്ടത്തില്ല ഗൈസ്. അവളിപ്പോഴേ ഇറങ്ങി. അപ്പൊ രാവിലെ നമുക്ക് സ്റ്റഡി വ്ലോഗ് കാണാം ഗൈസ്. ടാറ്റ, ഗുഡ് നൈറ്റ്. ഇല്ല, അവളെ നമുക്ക് രാവിലെ കാണിക്കാം. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്, ടാറ്റ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെ 4 മണിക്ക് എണീക്കാനുള്ള പ്ലാൻ ഉണ്ട് ചീറ്റി പൊളിക്കുന്നത്. അപ്പം 6 മണിക്ക് എന്നെ വിളിച്ചെണ്ണിപ്പിച്ചാണ് കേട്ടോ. 6 മണിക്കെങ്കിലും എണ്ണീറ്റ്, അല്ലെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊക്കെ എനിക്ക് വേദന. കണ്ണ് വേദനിക്കുന്ന എനിക്ക്. ഇനി ഉറങ്ങിയാൽ ഞാൻ ഇനി ഉറങ്ങും. ഒറ്റ ട്രിപ്പിൽ എനിക്ക് ഉറക്കം വരുന്നത്. അല്ല, എൻ്റെ ടീച്ചറാണ്. ഇനിയും പഠിക്കാൻ പോവാണ്. വരും, നമുക്ക് എങ്ങനെയാ പഠിക്കുന്നത് നോക്കാം. പക്ഷെ ആ റൂമിലുള്ള വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? എൻവയോൺമെന്റൽ സയൻസ് ഗൈസ്. നഴ്സിങ്ങിനകത്ത് എൻവയോൺമെന്റൽ സയൻസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 3rd ഇയർ ആവണം. ഇതൊക്കെ പഠിക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ പഠിക്കണം. വരും, നമുക്ക് പഠിക്കാം. മൂഡ് നെഗറ്റീവ് ആക്കണോ? പോസിറ്റീവ് മൈൻഡിൽ വരും. രാത്രി മൊത്തം ഉറങ്ങാതിരിക്കലായിരുന്നു ഇവള്. ഇവിടെ ഇങ്ങനെ ഇരിക്കും. പ്ലീസ് കുറേ പേര് എൻ്റെ അടുക്ക് എസെൻഷ്യലി ചോദിച്ചിട്ടുണ്ട്, ഈ സാധനം കണ്ടോ? ദിസ് ഈസ് ഗുഡ്. നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കണമെങ്കിൽ ഇത് നല്ലതാണ്. പിന്നെ ഒരു യോഗ മാറ്റും കൂടെ വാങ്ങിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ടൈൽസിൽ ഇങ്ങനെ തണുപ്പ് കയറാതെ. ഓക്കെ, രാത്രി ഫുൾ ഉറങ്ങാൻ എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല കേസ്. ഒരു പ്രത്യേക കഴിവാണത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പഠിക്കാം. അപ്പം ഓക്കെ, പഠിച്ചോളൂ. ബൈ ബൈ. പഠിക്കാൻ വേണ്ടി തുടങ്ങി ഗൈസ്. ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ തുറന്നു നോക്കും. പിന്നെ
കോമൺലി ഈ PDF ആണ് നമ്മൾ നോക്കാറുള്ളത്. ആൻഡ് ഇങ്ങനെ നമുക്ക് PDF ഉണ്ട് ഫോണിനകത്ത്. അപ്പൊ നമ്മൾ അതായിരിക്കും നോക്കാറുള്ളത്. ഇന്നലെ എത്ര 94ാമത്തെ പേജിലായിരുന്നു നിർത്തിയത്. 4ാമത്തെ പേജ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണെങ്കിൽ 85 സംതിങ്. അപ്പം നമ്മൾ എങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ തുടങ്ങലാണ് ഇവിടുന്ന് പരിപാടി. നിന്നെ നിൽക്കാനല്ല എന്നെ നിൽക്കാനാണ്. ഞാനിതെല്ലാം ഫ്രണ്ട് പോസ്റ്റിന് ഇടുപടി. ഫിസിക്കൽ ബയോളജിക്ക് കെമിക്കൽ അത് ഫിസിക്കലിനകത്ത് ഡബ്ല്യൂച്ച് കളിക്കുന്നത് 90% ഉള്ള ഇമ്മ്യൂണിറ്റീസ് 5 to 7 days ഇത് നമുക്ക് ഫസ്റ്റ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ലാർജ് സ്കെയിൽ ഉണ്ട്, സ്മോൾ സ്കെയിൽ ഉണ്ട്. ലാർജ് സ്കെയിലിനകത്ത് എങ്ങനെയാണ് ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഇറ്റ്സ് ദ മോസ്റ്റ് എസെൻഷ്യൽ സ്റ്റെപ്പ് ബിക്കോസ് ഇറ്റ് കോസസ് 99 റിഡക്ഷൻ ഇൻ ദ ബാക്ടീരിയ. ഉറങ്ങിയില്ല പിന്നെ ഉറങ്ങിയിട്ട് എനിക്ക് മരുന്നും കൂടെ പോകും. പല ചേമ്പറിലോട്ട് പോയത് ഓർമ്മയുണ്ടോ? പഠിക്കും എന്തെങ്കിലും ഞൊളക്കാതെ പുഴു പോലെ. പക്ഷെ ഇതാ ഗൗരി ഇരിക്കട്ടെ. ഹലോ ഗൈസ്, ഇപ്പം 7 മണിയായിട്ടുണ്ട്. ഞങ്ങൾ മിനിറ്റിന് ഇങ്ങനെ ഇത് മാറും കേട്ടോ. ഞങ്ങൾക്ക് പിന്നീട് സാധാരണ ചെയറിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ബെഡിലിരിക്കാന്ന് വെച്ച് നമ്മള് പഠിച്ചിട്ട് നീങ്ങുന്നില്ല. ആണല്ലേ? കഴിക്കാൻ പോകുമ്പോൾ എല്ലാം ഉണ്ട് ഗൈസ്. നിർത്തിക്കേടി ഓടട്ടെ. നീ ഇങ്ങനെ സെൽഫ് കോൺഷ്യസ് പഠിക്കുക. അത് ഞാൻ കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞില്ല. നീ ഇങ്ങനെ പഠിക്കല്ലോ. ഓക്കെ, ഫ്ലോക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താന്ന് കേട്ടില്ല. എന്താ ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ആണ്. ഇറ്റ്സ് അബൌട്ട് 30 minutes. ഫിൽട്രേഷൻ. അടുത്ത സെഡിമെന്റേഷനാണ്. അങ്ങനെ ഗൈസ്, ഇന്നത്തെ പഠിത്തം മീൻസ് ഇന്നത്തെ രാവിലത്തെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 7:30 ആയോടി. എത്ര മണിയായി? 7:30 ഇനി നമുക്ക് ഫുഡ് കഴിക്കാമോ? ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ബാക്കി പഠിത്തം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഗൈസ് 8 മണിയായിരിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടി പോവാണ്. വാ പഠിക്കാൻ വരൂ. വാ പഠിക്കാം. തൊര കയറിയിട്ട് വയ്യ. തൊര വാ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ആ റൂമിലോട്ട് വരുമ്പോൾ ഉറക്കം വരും. നമുക്ക് രാവിലെ ഫുഡ് ഉപ്പുമാവും പഴമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വയറ് നിറച്ചു. ഇനി നമുക്ക് പഠിക്കാം. നല്ലൊരു ആപ്റ്റായിട്ടുള്ള സമയമാണ് ഒരു നാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. പവർ നാപ്പ് എടുക്കുന്നു. രണ്ടിലല്ലേ? പവർ നാപ്പ് എടുക്കണോ? ഇരുട്ട് പ്രകാശം വരക്കട്ടെ. 10 മണി ചാപ്റ്റർ തീർത്തേ പറ്റുള്ളൂ. യെസ്, തീർത്തേ. നമ്മൾ തീർത്തിരിക്കും. എന്ത്? നമ്മൾ തീർത്തിരിക്കും. അതെനിക്ക് മനസ്സിലാത്തേ അല്ല. എന്ത് കുന്താണ് നിനക്ക് എന്ത് വേണ്ട. ചവറ്റുകൂലയുടെ പുറകെ വന്നിരിക്കുന്നത് പഠിക്കുന്നത്.
ദിസ് ഇസ് നോട്ട് ചവിട്ടുകൂന. എന്തൊക്കെ കലാപ്രതിഭകൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കിടക്കുന്ന അറിയാമോ? വരെയുള്ള ആൾക്കാരുണ്ടാക്കി. ഇത്രയും വർഷം പഠിച്ചു പോയ ആൾക്കാരുണ്ടാക്കി പഠിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ഒരു ഓവറി, ഇവിടെ ഒരു സ്കെലിറ്റൽ സ്പൈനൽ കോർഡ്, ഇത് കുറച്ച് ഫ്രാക്ചർ സംഭവങ്ങൾ, അത് പിന്നെ പല്ലാണ്, പല്ല് ഈ പിന്നെ കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. നോട്ട് ചവിട്ടുകുട്ട, ഓക്കെ, അല്ല ചവിട്ടുകൊട്ട, അടയ്ക്കും മാത്രമേ ഉള്ളൂ. വെട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കും. വെട്ടില്ലേ അങ്ങനെ തന്നെ ഇരിക്കുന്നത്? അല്ല, മുഖത്ത് വെട്ടില്ല, അത്ര മതി. വെട്ടയില്ല ഗൈസ്. ഞാൻ എൻ്റെ കുറച്ച് ഒഴുങ്ങി ലിബാമൊക്കെ ഇട്ടു. പഠിക്കാൻ വന്നേ. പഠിക്കാൻ വരുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം. അപ്പം നമ്മളിങ്ങനെ ഒരുങ്ങിയിട്ട് വരണം. ഓക്കെ, ഞാനിപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ആക്കി തരാം. അന്ന് ഒരുങ്ങിയിട്ട് വരൂ. ഞാൻ ഒരു 10 മിനിറ്റ് വരും. നമുക്ക് 10 മിനിറ്റ് ഉള്ള സെൽഫ് കോൺഫിഡൻസ് ഒക്കെ മതി. എന്നെ പോയിട്ട് വരൂ പ്ലീസ്. താങ്കൾ പോകണം. അപ്പൊ ഞാൻ ഫോൺ കളിച്ചിട്ടിരിക്കുന്നു. വരുന്നു, പോയിട്ട്. അപ്പൊ ഗൈസ് നമുക്ക് വീണ്ടും പഠിക്കാൻ തുടങ്ങാം. ബാ, എവിടേക്ക്? സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിട്ടല്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ട്രൈപോഡാണ്. അയ്യോ, ഇതിനകത്തൊരു സാധനം എന്തിയേ? എനിക്കറിയാം, അതുകൊണ്ട് അവിടെ കൊണ്ട് കളഞ്ഞ്. ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു ഗൈസ്, ബ്ലൂടൂത്തിന്റെ എന്തോ സാധനം. ഞാൻ ഇതിനെ കണക്ട് ചെയ്തിട്ടില്ല. അമോണിയ ഗെറ്റ് ഓക്സിഡൈസ് സംഭവിച്ച സാധനം ഒരു സെഡിമെന്റേഷൻ ഫോം ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് കേപ്പബിൾ ഓഫ് അബ്സോർബിംഗ് ദ ബാക്ടീരിയ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ പ്യൂരിഫിക്കേഷൻ. ഫിൽറ്ററിനെ എന്ത് ചെയ്യും? ക്ലോഗ് ചെയ്യും. Ready? Filtration is stopping the flow of water through the sand bed. Sand bediloട്ടുള്ള വാട്ടറിനെ റിവേഴ്സ് ചെയ്യുന്നതാണ്. ക്ലോഗ് ഫിൽറ്റർ ഇംപ്യൂരിറ്റീസ് മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ അല്ലേ? വൃത്തിയാക്കുക. ഇത് നമുക്ക് പിടിച്ചോടിക്കാം ഗൈസ്. ഇത്ര ഉണ്ട് ഇതല്ലോ, ഇത്രയും പഠിക്കാനുണ്ട്. 10:30 ഒന്ന് തീർക്കണം. സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഗൈസ് ഇരിക്കുന്നത്. നല്ല അടി ഇടും, 2 എണ്ണം നല്ല അടി. അങ്ങോട്ടൊരെണ്ണം കൊടുത്താൽ ഇങ്ങോട്ട് 2 എണ്ണം തരും. അങ്ങോട്ട് വീണ്ടും ഒരെണ്ണം കൊടുക്കും, പിന്നെ കൈ കടിക്കും, പിന്നെ പിച്ചു. ഞാൻ ഇങ്ങനെ പിച്ചണം, എന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കടിക്കണം. ഞാൻ ചിലപ്പോ അക്രമാസക്തിയാവും. പക്ഷെ ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ട്, നമ്മൾ മര്യാദക്കില്ലേ. റെഡി? 3 to raw water. നിർത്തട്ടെ. നല്ല കാശ്. ഇവളുടെ ഫുൾ അഭിനയാണ്. ഇവള് ശരിയല്ല, ഇവള് ഇങ്ങനൊന്നും അല്ല. അല്ല, ഇന്ന് എണ്ണീട്ട് നോക്കിയോ? എന്നും ഞാൻ പറഞ്ഞ പോടി വിടുന്നു. ഞാൻ നോക്കി അപ്പത്തേണ്ട അവള് പറയും, അവള് പറയാ ഞാനാണ് നിനക്ക് അലാറം വെച്ചിട്ട് നീ ഇത് എന്നെ തുറച്ച് നോക്കുന്നു. ഇവളിങ്ങനെ അലാറം വെച്ചിട്ട് രാവിലെ എന്നും രാവിലെ അലാറം വെക്കുമെന്ന്. എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ തിന്നിട്ട് അപ്പുറത്ത് ബെഡിൽ ഒരാൾ ഇരിപ്പുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ തുറച്ച് നോക്ക. സൈക്കോ എന്നെ മോനെ, നീ പഠിക്കാം. നിർത്തത് സമയം പോകുന്നു. Too bad. റിവേഴ്സിംഗ് സ്ട്രീംസ് റെഡി. പലയിടത്തുനിന്ന് ഒഴുകിയിട്ട് ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ്. Global warming is a universal problem. എന്നാ ഇതിനെതിരെ ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. മാറിക്കോട്ടെ. Sources of fresh water, it is a high risk of streams contaminate The major uses of the river waters are used for drinking and characteristics of the rivers and waters. ക്യാമറ ഓഫ് ആക്കുമ്പോ പടി തുടങ്ങും. എന്തൊക്കെ എഡിറ്റ് ചെയ്തോളാം കേട്ടോ.
എഡിറ്റ് ചെയ്ത് കളയണം. ഹായ് ആയിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ റിസൾട്ട് ആയിട്ടുണ്ട്. അപ്പൊ തന്നെ എടുത്ത് കളഞ്ഞോണം. സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ. സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ. അങ്ങനെ നമ്മൾ രാവിലെ പറഞ്ഞ പോർഷൻ തീർത്തിട്ടുണ്ട് കഴിച്ച്. ഇപ്പം എത്ര മണിയായി? 11 മണിയായി. ഇപ്പം നമ്മൾ തീർത്തു. 11 മണിയാണോ? 10:30 ആകുമ്പോൾ തീർക്കണം എന്ന് വിചാരിച്ചിട്ടോ. 11:30. 11:30 ആയി. 11:22. 10:30 ആകുമ്പോൾ തീർക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ 11:30 ആയി. അപ്പോൾ 1 മണിക്കൂർ ലേറ്റ് ആയി. തീർത്തല്ലോ. വയറ് വിശക്കുന്നു. പോയി വയറ് വിശക്കുന്നെങ്കിൽ ഞാൻ കഴിച്ചു. ഓർഗാനിക് കോമ്പൗണ്ട്സ്. പോർഷൻ തീർത്ത് വയറ് വേദനിക്കുന്നു. എനിക്ക് വിശക്കുന്നു. ഓർക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുക. ഹൈഡ്രോ കാർബൺ ഓയിൽ ചെയ്തുകൊണ്ട് പഠിച്ചാൽ നമ്മളെല്ലാം മറക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ മറക്കുക തന്നെ ചെയ്യും. പരീക്ഷ കഴിഞ്ഞെങ്കിൽ അറ്റ്ലീസ്റ്റ് മറന്നൂടെ? ഹൈഡ്രോ കാർബൺ ഓയിൽ എഴുതുമ്പോ ഓർമ്മ വരുമായിരിക്കും അല്ലേ? നമുക്ക് വിശ്വസിക്കാം. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല കൊച്ചു പറയുന്ന കാരണം. ഇതൊരു കൊച്ചായത്. വിശക്കുന്നേ പോയി കഴിച്ചു. ഞാൻ കഴിക്കി പോയി കഴിക്കാനേ. ഇനി എപ്പോഴാ പഠിക്കുന്ന? അടുത്ത് ഇപ്പൊ തന്നെ പഠിക്കാം. നമുക്ക് ഒരു 10-15 മിനിറ്റ്സ് ബ്രേക്ക് ഇന്റർവെൽ എടുക്കത്ത് പറ്റില്ല. 10 മിനിറ്റ് കഴിയുമ്പോയിരുന്നു. വായിച്ചു തീർക്കാൻ ഇഷ്ടംപോലെ ചാപ്റ്റർ ഉണ്ട്. ഇതാണ് ഇന്നത്തെ കീപ് നോട്ട്സ്. എന്റെ അമ്മ കീപ് നോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കീപ് നോട്ട്സ് കാണിക്കട്ടെ. കീപ് നോട്ട്സ് ഉണ്ടോ? കൈ എടുക്കുന്ന എല്ലാം കഴിയുമ്പോഴത്തേക്കും എൻവയോൺമെന്റ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊക്കെ കാണാൻ പറ്റുമോ ഗൈസ്? ഞാൻ ഇത് കണ്ടോ? റിവിഷൻ 11 to 1:15 നമ്മൾ റിവിഷൻ ചെയ്യേണ്ടായിരുന്നു. അത് നടന്നില്ല. കമ്മ്യൂണിക്കേഷൻ പിന്നെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് വായിക്കാനുള്ളതാണോ ഇത്? എനിക്ക് വായിക്കാനുള്ള ടൈം ടേബിൾ ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. പക്ഷെ അതൊന്നും വെച്ചിട്ട് ഞാൻ പോകുന്നില്ല. ആക്ച്വലി എനിക്ക് ചാപ്റ്ററിന്റെ പേര് പോലും അറിയാൻ പാടില്ല ഗൈസ്. ഞാൻ ഇങ്ങനെ എല്ലാം ഇവിടുന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഞാൻ എന്നാ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ക്വസ്റ്റ്യൻ വരും, ഞാൻ എഴുതും. അല്ല പിന്നെ നോ വറീസ് അല്ലേ? ഓക്കെ ഗൈസ്, നമ്മൾ 10-15 മിനിറ്റ് ഇനി ഇന്റർവെല്ലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരണം പഠിക്കാൻ വേണ്ടിട്ട്. എന്താ പരിപാടി? ഇനിയാണ് അടുത്തത് പഠിക്കണം. റിവിഷൻ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ റിവിഷൻ അല്ല, എനിക്ക് കുറെ പോർഷൻ തീർക്കാനുണ്ട്. ഞാൻ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ചാപ്റ്റർ ഞാൻ റിവിഷൻ ആണെങ്കിൽ തന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കംപ്ലീറ്റ് ആക്കുന്നൊരു സമാധാനം ഉണ്ടല്ലോ. എടി കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ ഒന്നും ഓർമ്മയില്ല. നിങ്ങളിത് നോട്ട് പഠിപ്പികളുടെ ലാസ്റ്റ് ഡയലോഗാണ്. എനിക്ക് ഒന്നും ഓർമ്മയില്ലടി. എന്തുവാ ഞാൻ പഠിച്ചൊന്നും ഓർമ്മയില്ല. പരീക്ഷ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കാണണേ. ഞാനപ്പോ ബ്ലോഗ് എടുക്കാവേ. എടുക്കണമേ. ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്. എന്നാ പഠിക്കാം. എന്നാ ശരി കേസ്, നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകണം. എപ്പോഴും പഠിക്കുന്ന കാണിച്ചാൽ ബോറടിക്കും. ഞാൻ പഠിക്കാൻ പോവാണ്. അപ്പം അടുത്ത് പഠിച്ചിട്ട് വരാം ഗൈസ്. അടുത്ത ഇന്റർവെല്ലിന് കാണാം നമുക്ക്. 11:37 1 മണി വരെ 1:15 വരെ ടൈം ഉണ്ട് എനിക്ക്. എത്തിക്സ് ഇല്ല എന്നാ അതാദ്യം നോക്ക്. കമ്മ്യൂണിക്കേഷൻ അത്ര നേരം കൊണ്ട് ഓരോ ചാപ്റ്റർ ഉണ്ട് ഇഷ്ടം പോലെ. ബുക്കിനകത്ത് ചാപ്റ്റർ എല്ലാം എനിക്ക് പഠിക്കാനുള്ളതാണ്. പഠിക്കട്ടെ. ഓക്കെ ശരി. ഇനി സീരിയസ് ആണ്. സീരിയസ് മോഡിലോട്ട് കടന്നു. ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്ത ഇന്റർവെല്ലിന് കാണാം. ബൈ ബൈ. നിർത്താൻ പറ്റുന്നില്ല, അതിന്റെ പ്രശ്നം. ഇങ്ങനെ നമ്മൾ തീർത്തിരിക്കുന്നു. ഇന്നത്തെ പോർഷൻസ് തീർത്തു. എത്ര മണിയായി? 12:47. നമുക്ക് തന്നിരുന്നത് 11:15 വരെയായിരുന്നു. എല്ലാം വായിച്ചിട്ടിട്ടുണ്ട്. ഓർമ്മ ഉണ്ടായിരിക്കുന്നു ഞാനും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. ഫുഡൊക്കെ പോയി കഴിച്ചിട്ട് വരണം. ഇനി അടുത്ത വീണ്ടും പഠിക്കണം ഫുഡ് കഴിച്ച് തന്നിട്ട്. അങ്ങനെ നമ്മുടെ പഠിപ്പും കാര്യമൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി 4:30 ആയിട്ടിട്ട്. ഇനിയിപ്പം വൈകിട്ട് നമ്മൾ ഇതേപോലെ തന്നെ സെയിം ഇരുന്ന് പഠിക്കും. ഇതാണ് ഇപ്പം നല്ല പറ്റിയ ക്ലൈമറ്റ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഉറങ്ങാൻ പറ്റിയ സമയമാണ്.
ഞാൻ രാവിലെ മുതലേ ഉറക്കം തൂങ്ങിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ടിപ്പോൾ ഇവിടെ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാക്കെ. ഇതാണ് ഗൈസ്, നല്ല മഴ പെയ്യുന്നുണ്ട്. ആ ഡ്രസ്സില്ലേ കാണാൻ. അപ്പോൾ നല്ല മണ്ണിൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴ തന്നെ പുറത്ത് പോയതുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നടക്കട്ടെ, നമുക്ക് പോയി നമ്മുടെ പരിപാടി നോക്കാം. അങ്ങനെ അപ്പോൾ നമ്മുടെ സ്റ്റഡി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാൻ ഗൈസ്.